കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ സ്കൂൾ പൂട്ടിയതുകൊണ്ട് തന്നെ എല്ലാ വീട്ടിലും നമ്മുടെ വിരുന്നുകാരുടെ തിരക്കായിരിക്കും. അപ്പോൾ എന്താണ് ചായക്ക് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെൻഷനിലായിരിക്കും നമ്മളിലെ. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഈ ഒരു ഉള്ളിവട തയ്യാറാക്കാൻ പറ്റും കേട്ടോ. സാധാരണ എണ്ണക്കടികളിൽ നിന്നും നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. മാവ് കുഴച്ച് വയ്ക്കുകയോ കുറേ നേരം വയ്ക്കുകയോ ഒന്നും വേണ്ട കേട്ടോ, പെട്ടെന്ന് തന്നെ തയ്യാറാക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതാ നമുക്ക് മാവ് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ മൈദയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വലിയ സ്പൂണിന് ഒരു 1.5 സ്പൂൺ മൈദ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടേബിൾ സ്പൂണാണത്. പിന്നെ കടലമാവ് അതേപോലെ തന്നെ 1.5 സ്പൂണ്, അതും അതേപോലെ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 1 സ്പൂണ് മൈദയും 2 സ്പൂണും കടലമാവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പാ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ വേഗം ഉപ്പ് പിടിക്കും. അതുകൊണ്ട് ഒരു നുള്ളു മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് നുള്ള്, പിന്നെ കുറച്ച് 1 ടീസ്പൂണ്, ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി. അപ്പോൾ ഈ കായപ്പൊടി ഇടുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഉള്ളിവടയ്ക്ക്. അതൊരു 1/2 ടീസ്പൂൺ മതിയാവും. പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ എല്ലാവരും കഴിക്കുന്നതുകൊണ്ട് തന്നെ 1 ടീസ്പൂൺ മാത്രം മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് മല്ലിയിലയും കറിവേപ്പിൻ്റെ ഇലയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയ്ക്കുള്ള പൊടിയായി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ എണ്ണക്കടിയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ ഈ മസാലയൊക്കെ തിരുമ്പിയിട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ അത് സോഫ്റ്റായി കിട്ടുള്ളൂ. പക്ഷേ ഈ ഉള്ളിവടയ്ക്ക് അങ്ങനെ ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലൊക്കെ ഗസ്റ്റ് വന്ന സമയത്ത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ നമുക്ക് കടയിലുള്ള പോലെ അത്ര ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുഞ്ഞു ഇതാക്കിയിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ മാവ് ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അത് ചെറിയൊരു ബോൾസാക്കി എടുക്കാം. ബോൾസല്ല, കയ്യിൽ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മൾ എണ്ണയൊക്കെ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മാവെടുത്തിട്ട് ഇതേപോലെ കയ്യിലൊന്ന് ചെറുതാക്കിയിട്ട് ഒരു വട്ടം പോലെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പൊരിക്കുമ്പോൾ തോന്നും ഇത് കളറില്ലല്ലോ എന്ന്, പക്ഷേ ഇരിക്കും തോറും ഇതിന് നല്ലൊരു കളർ വരും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു കളറോ മുളക് പൊടിയോ ഒന്നും അധികം ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതാ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഇതേപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെല്ലാം ഇതേപോലെ തന്നെ ഇട്ടിട്ട് എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ കളറില്ലാതെ തോന്നിയില്ലേ, പക്ഷേ നോക്കുമ്പോൾ നമ്മൾ ഇരിക്കും തോറും ഇത് കളർ വെച്ച് വരും കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞ് ഉള്ളിവട ഉണ്ടാക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇതെല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ എല്ലാവരും വീട്ടിൽ കുട്ടികളും എല്ലാവരും ഉള്ളപ്പോഴും അതേപോലെ ഗസ്റ്റൊക്കെ പെട്ടെന്നൊക്കെ വരുമ്പോഴൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്, ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.